ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിലെ ഈ ഒരു ക്വസ്റ്റിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇനി അതിന്റെ സെക്കൻഡ് പാർട്ട് കാണാം. അപ്പോ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ എന്തായാലും അത് പോയി കണ്ടിട്ട് വേണം സെക്കൻഡ് പാർട്ട് കാണാൻ വരാൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്തിരുന്നു. അതായിരുന്നു ക്വസ്റ്റ്യൻ. സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ നമ്പറിനെ എക്സ് എന്നും എക്സ് പ്ലസ് 2 എന്നും എടുക്കാമല്ലോ. കാരണം എന്താ, 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓഡ് നമ്പേഴ്സിന് ഡിഫറൻസ് എപ്പോഴും 2 ആയിരിക്കും. അപ്പൊ ഈ എക്സും എക്സ് പ്ലസ് 2 ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കിട്ടിയിരിക്കുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 144. അപ്പൊ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഈ രണ്ട് നമ്പേഴ്സ് നമുക്ക് കിട്ടും. നമുക്ക് നോക്കാം. നമുക്ക് ഈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 144നെ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 12 സ്ക്വയർ എന്ന് എഴുതാമല്ലോ അല്ലെ. ഈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1നെ നമുക്ക് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 12 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. നമുക്കിത് സോൾവ് ചെയ്യാം. അതായത് രണ്ടിന്റെയും സ്ക്വയർ എടുത്ത് മാറ്റിയാൽ എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു എന്ത് വരും? പ്ലസ് ഓർ മൈനസ് 12 എന്ന് വരും. ഇനി ഇതിന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാമല്ലോ. അപ്പോ എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു ഒന്നെങ്കിൽ പ്ലസ് 12 ആയിരിക്കും, അല്ലെങ്കിൽ എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു മൈനസ് 12 ആയിരിക്കും. നമുക്ക് ആദ്യം ഇത് സോൾവ് ചെയ്യാം. എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു പ്ലസ് 12 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 12 മൈനസ് 1 11 ആയിരിക്കും. അതുപോലെ എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു മൈനസ് 12 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് 12 മൈനസ് 13 വരും. അപ്പൊ നമുക്ക് എക്സിന് രണ്ട് വാല്യൂ കിട്ടിയില്ലേ? ഈ എക്സിന് രണ്ട് വാല്യൂ കിട്ടിയത് വെച്ചാൽ നമുക്ക് എക്സ് പ്ലസ് 2 കണ്ടുപിടിച്ചൂടെ? അപ്പൊ അതൊന്ന് നിങ്ങൾ എല്ലാവരും കണ്ടുപിടിച്ച് കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.